വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 സുവോളജിയിലെ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസിലെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. സോ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. മോർ ആൻഡ് മോർ ചിൽഡ്രൻ ഇൻ മെട്രോ സിറ്റീസ് ഓഫ് ഇന്ത്യ സഫർ ഫ്രം അലർജീസ് ആൻഡ് ആസ്മ. മെട്രോ സിറ്റിയിലെ കുട്ടികൾക്ക് കൂടുതലായിട്ടും അലർജി ആസ്മയെ കാണപ്പെടുന്നു എന്ന് പറയുന്നത് ശരിയാണല്ലേ? കാരണം ഈ മെട്രോ സിറ്റിയിൽ പൊല്യൂഷൻ കൂടുതലായിരിക്കും, പോപ്പുലേഷൻ കൂടുതലാണ്, സോ അവിടെ പൊല്യൂഷൻ കൂടുതലാണ്. അപ്പോൾ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസൊക്കെ അധികമായിട്ട് വന്ന് കുട്ടികൾക്ക് എന്താണ് അലർജി ആസ്മയൊക്കെ വരാം. ഡു യു എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? ഈ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? ഉണ്ടല്ലേ? യെസ്. ജസ്റ്റിഫൈ യുവർ ആൻസർ. അപ്പോൾ ഇതിന് കറക്റ്റായിട്ടുള്ളൊരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുക. ആബ്സെൻസ് ഓഫ് പ്രീവിയസ് എൻകൗണ്ടർ വിത്ത് അലർജീസ് ഇൻ ദ ഓവർ പ്രൊട്ടക്റ്റഡ് എൻവയോൺമെൻറ്റ് റെഡ്യൂസസ് ഇമ്മ്യൂണിറ്റി ആൻഡ് ചിൽഡ്രൻ ബിക്കം മോർ പ്രോൺ ടു ദ അലർജി. അതായത് ഓവർ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ ഇരുന്നുകൊണ്ട് അലർജിയായിട്ട് മുമ്പൊരു ഇതില്ലാത്തൊരു കുട്ടിക്ക് എന്താണ് ഇമ്മ്യൂണിറ്റി വളരെ കുറവായിരിക്കും. അങ്ങനത്തെ കുട്ടികൾക്ക് എന്താണ് പെട്ടെന്ന് അലർജി എഫക്റ്റ് ചെയ്യാം. ഓവർ എക്സ്പോഷർ ടു അലർജൻസ് ഓർ പൊല്യൂട്ടൻ ഇൻ ദ മെട്രോ സിറ്റീസ് ക്യാൻ ബി കൺസിഡേർഡ്. അതായത് മെട്രോ സിറ്റിയിൽ ഓവർ ആയിട്ടുള്ള അലർജൻസ് അതുപോലെ തന്നെ പൊല്യൂഷനോ കാരണം ഇവർക്ക് എന്തുണ്ടാവാം, പെട്ടെന്ന് തന്നെ ഈ അസുഖങ്ങൾ, അലർജി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ വരാം. മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈഡ് സ്പ്രെഡ് ഇൻസിഡൻസ് ഓഫ് ഡിസീസസ് ലൈക്ക് H1N1, ചിക്കൻഗുനിയ, ഡെങ്കു ഫീവർ എക്സെട്ര ആർ റിപ്പോർട്ടഡ് റീസെൻ്റ്ലി. ആസ് എ സയൻസ് സ്റ്റുഡൻറ്റ് പ്രിപ്പയർ ആൻ ആക്ഷൻ പ്ലാൻ ഇൻ യുവർ സ്കൂൾ ടു കൺട്രോൾ ദോസ് ഡിസീസ്. അതായത് H1N1, ചിക്കൻഗുനിയ, ഡെങ്കു ഫീവർ ഇതുപോലത്തെ അസുഖങ്ങൾ എന്താണ് സ്പ്രെഡിങ് കൂടുതലാണല്ലേ ഈ ഒരു ടൈമിൽ. സോ നിങ്ങളൊരു സയൻസ് സ്റ്റുഡൻ്റ് ആണ്, സോ ഇതിന് വേണ്ടി ഒരു ആക്ഷൻ പ്ലാൻ സ്കൂളിൽ കൺട്രോൾ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാം? മെഷേഴ്സ് ടു ദ കൺട്രോൾ മൊസ്കിറ്റോൻ്റെ കൺട്രോൾ നമുക്ക് ചെയ്യാമല്ലേ? അധികം ഇല്ലാതിരിക്കാനും ഓവറായിട്ടുള്ള പൊല്യൂഷൻ ഇല്ലാണ്ടിരിക്കാനും അതുവഴി മൊസ്കിറ്റോ ഒരുപാട് വളരാനും ഉള്ള സാഹചര്യമൊക്കെ കുറച്ച് കൊണ്ടുവരാം. പ്രിക്വേഷൻ ടു പ്രിവെൻറ്റ് ദ സ്പ്രെഡ് ഓഫ് ദ ഡിസീസ് സ്പ്രെഡ് ചെയ്യാതിരിക്കാനുള്ള കാര്യങ്ങൾ പ്രിക്വേഷൻസ് എടുക്കാം. അവയർനെസ് ക്യാമ്പിംഗ് ഫോർ ദ സ്റ്റുഡൻറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കാം അല്ലെ, ഡിസീസ് എങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത്, എങ്ങനെ അതിനെ നമുക്ക് ഇല്ലാണ്ടാക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The flow chart given below represent the life cycle of malarial parasite. Complete the flow chart and answer the following. അപ്പോൾ മലേറിയൽ പാരസൈറ്റിൻ്റെ ലൈഫ് സൈക്കിളിലൂടെ കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലോ ചാർട്ടായിട്ട്. അപ്പോൾ അതിൽ 2 ഭാഗം വിട്ടിട്ടുണ്ട്, അവിടെ നമ്മൾ എഴുതണം. അതുപോലെ തന്നെ താഴെ 2 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ആൻസറും പറയണം. അപ്പോൾ ഈ ഫ്ലോ ചാർട്ടിൽ സെക്കൻഡ് 1 വരെ ലിവറാണ്. സ്പോറോസോ ആയിട്ട് ഫസ്റ്റ് എന്ത് ചെയ്യും, ലിവറിൽ റീച്ച് ചെയ്യുക, തന്നെ RBC. ആ 4th 1 സെക്ഷൽ ഫേസ് നടക്കുന്നത് RBCയിലാണ്, അതായത് റെഡ് ബ്ലഡ് സെല്ല്. സോ RBC തന്നെയാണ് വരിക. ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സ്പീഷീസ് ഓഫ് മലേറിയൽ പാരസൈറ്റ് കോസസ് മാലിഗ്നൻറ്റ് മലേറിയ? മാലിഗ്നൻറ്റ് മലേറിയ കോസ് ചെയ്യുന്ന പാരസൈറ്റ് ഏതാണ്? പ്ലാസ്മോഡിയം ഫാൽസിപ്പാരമാണ് എന്ത് കോസ് ചെയ്യുന്നത്? മാലിഗ്നൻറ്റ് മലേറിയ കോസ് ചെയ്യുന്ന പാരസൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്യാൻ യു സജസ്റ്റ് 2 മെത്തേഡ് ടു കൺട്രോൾ മലേറിയ? മലേറിയ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന 2 മെത്തേഡ് സജസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്? പബ്ലിക് ഹൈജീൻ ആൻഡ് പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ. അതായത് വേസ്റ്റൊക്കെ അവിടെ ഇവിടെയും വലിച്ചു വാരിടരുത്, എന്താണ് കംപ്ലീറ്റ്ലി പ്രോപ്പറായിട്ട് ഡിസ്പോസൽ നടക്കണം, അല്ലെങ്കിൽ ഈ ഒരു മസ്കിറ്റോ എന്താണ് പെരുകും. പീരിയോഡിക് ക്ലീനിങ് ആൻഡ് ഡിസിൻഫെക്ഷൻ ഓഫ് വാട്ടർ റിസർവേഴ്സ്. അതായത് വാട്ടറൊക്കെ എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ അവിടെ എന്താണ് ഈ മൊസ്കിറ്റോ ഓവറായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യും. കൺട്രോൾ ഓഫ് മൊസ്കിറ്റോ ആൻഡ് ദെയർ ബ്രീഡിങ്. മൊസ്കിറ്റോസിനെ കൺട്രോൾ ചെയ്ത് അവരുടെ ബ്രീഡിങ് എന്താണ് കുറക്കുക അല്ലേ. അപ്പോൾ ഈ ഒരു പൊല്യൂഷനൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ക്ലീൻ ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ലിസ്റ്റ് ഗിവൺ ബിലോ ഇൻക്ലൂഡ്സ് വേരിയസ് സ്റ്റേജ് ഓഫ് HIV ഇൻഫെക്ഷൻ. അറേഞ്ച് ദം അക്കോർഡിംഗ് ടു കറക്റ്റ് സീക്വൻസ്. അപ്പോൾ HIV ഇൻഫെക്ഷൻ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു ചാർട്ട് രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റായി എഴുതണം. സോ വൈറൽ റെപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, മാക്രോഫേജസ്, ഹെൽപ്പർ T-സെൽ, ഫോർമേഷൻ ഓഫ് DNA, പ്രോജനി വൈറസ്, വൈറൽ പാർട്ടിക്കിൾ, ദെൻ റിലീസ് ഓഫ് പ്രോജനി വൈറസ്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യണം. ഫസ്റ്റ് എന്താ വരിക, വൈറൽ പാർട്ടിക്കിളാണ്. ദെൻ മാക്രോഫേജസ്, ഫോർമേഷൻ ഓഫ് DNA ഫോം ചെയ്ത് എന്ത് ചെയ്യും, വൈറൽ റെപ്ലിക്കേഷൻ, ദെൻ ഹെൽപ്പർ T-സെൽ, പ്രോജനി വൈറസ്, ഫൈനലി എന്ത് ചെയ്യും, അത് റിലീസ് ആവില്ലേ, റിലീസ് ഓഫ് പ്രോജനി വൈറസ്. അപ്പോൾ അത് കറക്റ്റ് ഓർഡറിലായിട്ട് എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലക്ഷ്മി ആൻഡ് സുജിത ആർ 2 നഴ്സറി സ്റ്റുഡൻസ്. സുജിത ഗെറ്റ് കോമൺ കോൾഡ് വെരി ഓഫൺ, ലക്ഷ്മി നോട്ട്. അതായത് 2 കുട്ടികളാണ്, അപ്പോൾ അതിലൊരു കുട്ടിക്ക് എന്താണ് പെട്ടെന്ന് തന്നെ കോമൺ കോൾഡ് എല്ലാം വരാം, പക്ഷേ അടുത്ത കുട്ടിക്ക് അങ്ങനെ പെട്ടെന്ന് അസുഖങ്ങളും കാര്യങ്ങളും ബാധിക്കുന്നില്ല. സോ ഹൗ ഡു യു ഇൻ്റർപ്രറ്റ് ദിസ് ഇൻ ആൻ ഇമ്മ്യൂണോളജിക്കൽ ആസ്പെക്ട്? ഇമ്മ്യൂണോളജി ബേസ് ചെയ്ത് എങ്ങനെ അത് പറയാൻ കഴിയും? ഫസ്റ്റത്തെ കുട്ടിക്ക് എന്താണ് ഇമ്മ്യൂണിറ്റി വളരെ പൂറും, അടുത്ത കുട്ടിക്ക് ഹൈ ഇമ്മ്യൂണിറ്റി ആയിരിക്കും. അപ്പോൾ വീക്കായിട്ടുള്ളൊരു ഇമ്മ്യൂണിറ്റിയുള്ള കുട്ടിക്കാണ് എന്ത് ചെയ്യുക, പെട്ടെന്ന് അസുഖങ്ങളെല്ലാം ബാധിക്കുക. നല്ല ഇമ്മ്യൂണിറ്റിയുള്ളൊരു കുട്ടിക്ക് പെട്ടെന്ന് ഇങ്ങനത്തെ അസുഖങ്ങളും വൈറൽ ഇൻഫെക്ഷനൊന്നും വരില്ല.
വാട്ട് ആർ ദ കോമൺ ബാരിയേഴ്സ് പ്രൊട്ടക്റ്റിംഗ് ലക്ഷ്മി ഫ്രം കോൾഡ്? ലക്ഷ്മിക്ക് പെട്ടെന്ന് കോൾഡ് വരില്ല പറഞ്ഞല്ലേ. സോ അവൾ പ്രൊട്ടക്റ്റ് ചെയ്യണത് ഏതൊക്കെയായിരിക്കാം? ഫിസിയോളജിക്കൽ ആയിട്ടുള്ള സെല്ലുലാർ ബാരിയേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ സൈറ്റോകൈൻ ബാരിയേഴ്സ് ഉണ്ടാവും. ലൈക്ക് മ്യൂക്കോസ് മെംബ്രെയിൻ, നോസ്ട്രൽ ഹെയർസ്, സ്കിന്ന്, ആൻറ്റിബോഡി, ഇൻ്റർഫെറോൺ. ഇതൊക്കെയാണ് ആ കുട്ടീനെ എന്ത് ചെയ്യുക? ഹൈലി ഇമ്മ്യൂണിറ്റി ആയിട്ടുള്ളതിന് ഹെൽപ്പ് ചെയ്യുന്നത്. മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അറേഞ്ച് ദ ഫോളോയിങ് ഡിസീസ് ഇൻ ദ ഫോളോയിങ് കോളം ഇൻ എ മീനിങ് ഓർഡർ. അപ്പോൾ ഇവിടെ കുറച്ചധികം ഡിസീസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബാക്ടീരിയ, വൈറസ്, പ്രോട്ടോസോ, ഫംഗസ്, ഇതിൽ നമ്മൾ ഓർഡറിലായിട്ട് കൊടുക്കണം ഏതിലൊക്കെ വരുന്നതാണെന്ന്. സോ ബാക്ടീരിയയിൽ വരുന്നതാണ് ടൈഫോയിഡും ന്യൂമോണിയയും. വൈറസിൽ വരുന്നതാണ് എയ്ഡ്സ്, കോമൺ കോൾഡ്. പ്രോട്ടിസ്റ്റയിൽ വരുന്നതാണ് ആര്? അമീബിയാസിസും മലേറിയയും. ഫംഗസ് ഇൻഫെക്ഷനിൽ വരുന്ന ഡിസീസാണ് റിംഗ് വേം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ ക്ലാസ് റൂം discussion, a student argues that allergic diseases are more common in children of metro cities than in village. അപ്പോൾ ഒരു ക്ലാസ് ഡിസ്കഷനിൽ ഒരു കുട്ടി പറയാണ് മെട്രോ സിറ്റിയിലുള്ള കുട്ടികൾക്കാണ് എന്ത് ചെയ്യുന്നത്, അലർജിക് ഡിസീസ് വില്ലേജസിനേക്കാളും കൂടുതലാകുന്നത്. ഡു യു എഗ്രി വിത്ത് ദി സ്റ്റേറ്റ്മെൻറ്റ്? ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ? ശരിയാണല്ലേ. വിച്ച് ടൈപ്പ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഈസ് റെസ്പോൺസ് ഫോർ അലർജിക് റിയാക്ഷൻ? അലർജിക് റിയാക്ഷൻ വരാനുള്ള അതിനെ റെസ്പോൺസ് ചെയ്തിട്ടുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻ ആരാണ്? IgE ആണ്. സജസ്റ്റ് 2 drugs which reduces allergic symptom. അലർജിക് സിംറ്റം കുറക്കുന്ന 2 ഡ്രഗ്സിൻ്റെ പേര്. അപ്പോൾ ഏതൊക്കെയാണ് 2 എണ്ണം വരിക? ആൻറ്റിഹിസ്റ്റാമിനും അതുപോലെ തന്നെ ആഡ്രിനാലിൻ ഡ്രഗ്സും. 2 ഡ്രഗ്സിൻ്റെ പേര് എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോട്ട് ദ റിലേഷൻ ബിറ്റ്വീൻ ഫസ്റ്റ് 2 term ആൻഡ് സജസ്റ്റ് എ സ്യൂട്ടബിൾ ടേം ഫോർ ദ ഫോർത്ത് പ്ലേസ്. എരിത്രോസൈലം കൊക്കൈനാണ്. പെപ്പാവം സാംനിഫർ അത് വരുന്നത് ഏതാണ്? മോർഫിൻ ആണല്ലേ. പെപ്പാവം സാംനിഫറം വരുന്നത് മോർഫിനാണ്. സാൽമനല്ല ടൈഫോയിഡ് ആണ്. പ്ലാസ്മോഡിയം ഫാൽസിഫറം കോസിനത് എന്താണ്? മലേറിയയാണ്. അപ്പോൾ ഇതിന് കറക്റ്റായിട്ടുള്ള ആൻസർ കൊടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നാച്ചർ ഹാസ് ആസ് മെനി വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് വിച്ച് ഗീവ് ഡ്രഗ്സ് ഫോർ അബ്യൂസ് ആസ് ദർ ആർ മെഡിക്കൽ പ്ലാന്റ്സ് വിച്ച് ഗീവ് മെഡിസിൻസ്. സബ്സ്റ്റാൻഷിയേറ്റ് ദ 2 എക്സാമ്പിൾ. സോ നാച്ചുറൽ ഒരുപാട് പ്ലാന്റ് വെറൈറ്റീസ് ഉണ്ട്. അത് നമുക്ക് ഡ്രഗ്സ് കിട്ടും. അത് മെഡിസിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ചിലരത് ആവശ്യമില്ലാണ്ട് അബ്യൂസ് ചെയ്യുന്നുണ്ട്. സോ 2 എക്സാമ്പിൾ വീതം കൊടുക്കാനാണ് പറയുന്നത്. ഫസ്റ്റ് വൺ കൊക്കൈൻ നമുക്ക് കൊക്കോ പ്ലാന്റ് എന്നാണ് കിട്ടുന്നത്. അതായത് എരിത്രോസൈലം കൊക്ക. ഇറ്റ് എഫക്ട് ദ ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഡോപ്പമിനാണ് ആരെ എഫക്റ്റ് ചെയ്യുക? കൊക്കൈൻ എഫക്റ്റ് ചെയ്യുക. അടുത്തൊരു എക്സാമ്പിൾ കൊടുത്തതിൽ ഒഫിയോയിഡ്സ് ആണ്. ഡ്രഗ്സ് എന്താണ്? റെസപ്റ്റർ പ്രസൻറ്റ് ഇൻ അവർ സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ട്. ഇത് എഫക്റ്റ് ചെയ്യുന്നത് നെർവസ് സിസ്റ്റത്തിനെയും അതുപോലെ തന്നെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റിയാണ്. നമുക്ക് മെഡിസിനായിട്ട് യൂസ് ചെയ്യുക, ഡിസീസ് ക്യൂർ ചെയ്യാൻ വേണ്ടി. ചിലരാണെങ്കിൽ എന്ത് ചെയ്യും? ഇത് ആവശ്യമില്ലാണ്ട് അബ്യൂസും ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഇൻ ദ കേസ് ഓഫ് എയ്ഡ്സ് ആസ് വെൽ ആസ് ഇമ്മ്യൂണൈസേഷൻ. സബ്സ്റ്റാൻഷിയേറ്റ്. അപ്പോൾ പ്രിവെൻഷൻ, ക്യൂർ, അതായത് അസുഖം വരുന്നതിലും മുന്നേ നമ്മൾ എന്ത് ചെയ്യാം? അതിന് വേണ്ടിയുള്ള പ്രിവെൻഷൻ എടുക്കുകയായിരിക്കും നമ്മൾ പിന്നീട് മെഡിസിനോ കുടിച്ച് മാറ്റുന്നതിൽ നല്ലതെന്ന് പറയണം. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിന് നമ്മൾ എന്ത് ചെയ്യണം? സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യണം എയ്ഡ്സിൻ്റെ രീതിയിൽ. അപ്പോൾ ഡിസീസ് ലൈക്ക് എയ്ഡ്സ് ആർ നോട്ട് ക്യൂറബിൾ ഈവൻ ആഫ്റ്റർ ദ ട്രീറ്റ്മെൻറ്റ് ഫോർ ലോങ് ടൈം. ഒരുപാട് ടൈമിൽ നമ്മൾ ഇതിന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും മാറാത്തൊരു അസുഖമാണ് എന്ത്? എയ്ഡ്സ്. ദിസ് ഈസ് ദ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഡിസീസ് എഫക്ട് ദ റെസിസ്റ്റൻറ്റ് പവർ ഓഫ് ദ ബോഡി. സോ ഇതൊരു ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഡിസീസാണ്. അത് കാരണം തന്നെ എന്താണ്? നമ്മുടെ ബോഡിയിലെ മറ്റു അസുഖങ്ങൾക്കെതിരെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് എന്ത് ചെയ്യും? മെല്ലെ പോകും എയ്ഡ്സ് വന്നു കഴിഞ്ഞാൽ. മെഡിസിൻ ഫോർ ദീസ് ഡിസീസ് ആർ നോട്ട് ഡിസ്കവേർഡ് സോ ഫാർ. ഇപ്പോഴും എന്താണ്? എയ്ഡ്സിന് കറക്റ്റായിട്ടുള്ളൊരു മെഡിസിൻ ഇല്ല. ലൈക്ക് വൈസ് ഇമ്മ്യൂണൈസേഷൻ ഈസ് ഡൺ ഇൻ ഏർലിയർ പീരിയഡ് ഫോർ ഗ്രോത്ത് ഈസ് ഗുഡ്, ഹെൻസ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അപ്പോൾ ഇതുപോലത്തെ അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ നോക്കുക. നമ്മൾ വന്നതിന് ശേഷം ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിലും ഭേദം എന്ത് ചെയ്യുക? ഇതുപോലത്തെ ഡിസീസ് വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്ലാസിഫൈ ദ ഡിസീസ് ഗിവൺ ഇൻ ദ ബോക്സസ് 2 ഗ്രൂപ്പ്സ് ബേസ്ഡ് ഓൺ ദെയർ കോസറ്റീവ് ഓർഗാനിസം. സ്പെസിഫൈ ദ ടൈപ്പ് ഓഫ് കോസറ്റീവ് ഓർഗാനിസം ഫോർ ഈച്ച് ഗ്രൂപ്പ്. അപ്പോൾ ഇവിടെ 5 ഡിസീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതിനെ ഗ്രൂപ്പായിട്ട് അതിൻ്റെ ഏത് ഓർഗാനിസം ബേസ് ചെയ്തുകൊണ്ടാണ് ഇത് ഡിസീസ് വരുന്നത്. സോ അതിൻ്റെ ബേസിസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. പ്രോട്ടോസോവൻ മൂലം വരുന്നതാണ് എന്ത്? മലേറിയയും അമീബിയാസിസും. ബാക്ടീരിയൽ ഡിസീസ് മൂലം വരുന്നതാണ് ആരൊക്കെ? ഡിഫ്തീരിയ, ടൈഫോയിഡ്, ന്യൂമോണിയ. അപ്പോൾ അതിൻ്റെ ബേസിസിൽ ഇതിനെ ക്ലാസിഫൈ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രിപ്പയർ എ പാംലെറ്റ് ഫോർ അവയർനെസ് പ്രോഗ്രാം ഇൻ യുവർ സ്കൂൾ അബൌട്ട് ദ മെഷർ ടു പ്രിവെൻറ്റ് കൺട്രോൾ ആൽക്കഹോൾ ആൻഡ് ഡ്രഗ് അബ്യൂസ് ഇൻ അഡോളസൻസ്. അപ്പോൾ അഡോളസൻസിൽ ഡ്രഗ് അബ്യൂസിനൊക്കെ എതിരായിട്ട് നമുക്ക് സ്കൂളൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ചേർക്കാം? എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗ് കൊടുത്ത് അവരെന്ത് ചെയ്യാം? മാറ്റിയെടുക്കാം. മോറൽ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ അവോയ്ഡ് അൻഡ്യൂ പ്രീ പ്രഷർ, വിഷ്വൽ പബ്ലിസിറ്റി ത്രൂ TV, സീക്കിംഗ് പ്രൊഫഷണൽ ആൻഡ് മെഡിക്കൽ ഹെൽപ്പ്. അപ്പോൾ ഏതൊക്കെ രീതിയിൽ ആ കുട്ടികളെ
നമുക്ക് ഇതിൽ നിന്നും കൊണ്ടുവരാം എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ക്യാൻസർ സെൽ. ക്യാൻസർ സെല്ലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ലോസ് ഓഫ് കോണ്ടാക്ട് ഇൻഹിബിഷൻ, അതായത് നമ്മൾ നോർമൽ സെൽസിനൊക്കെ മറ്റ് സെൽസുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. അതുമൂലം എന്താണ്, അതിൻ്റെ അൺകൺട്രോൾ ഗ്രോത്ത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. പക്ഷേ ക്യാൻസർ സെല്ലിന് എന്താണ്, ഈ ഒരു പ്രോപ്പർട്ടി ആബ്സെൻ്റ് ആണ്. സെക്കൻഡ് വൺ, മെറ്റാസ്റ്റാസിസ്, സെൽ ത്രൂ ഫ്രം ട്യൂമേഴ്സ് റീച്ച് ഡിസ്റ്റൻറ്റ് സൈറ്റ്സ് ത്രൂ ബ്ലഡ്, അതായത് സെൽസ് മുഖേന എന്ത് ചെയ്യും, ഈ ട്യൂമർ ബ്ലഡ് വഴി വേറെ പല സൈറ്റിലും എത്തിച്ചേരും. അങ്ങനെ എവിടെയാണോ എത്തിയത് അവിടെ എന്ത് ചെയ്യും, പുതിയ ട്യൂമർ ഫോം ചെയ്യും. അതിന് നമ്മൾ എന്ത് പറയാം, മെറ്റാസ്റ്റാസിസ്. അപ്പോൾ സെല്ലി ട്യൂമറിന്ന് പോന്നു കഴിഞ്ഞ് ബ്ലഡ് വഴി മറ്റ് പാർട്ടിലെത്തുകയും അവിടെ വീണ്ടും എന്താണ്, പുതിയ ട്യൂമർ ഫോം ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാം, മെറ്റാസ്റ്റാസിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ചിക്കൻ ഗുനിയ വൺസ് എഫക്റ്റഡ് വിൽ നോട്ട് എഫക്റ്റ് എ പേഴ്സൺ ഇൻ ദ നെക്സ്റ്റ് ഹാഫ് ഓഫ് ഹിസ് ലൈഫ്, ജസ്റ്റിഫൈ ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ചിക്കൻ ഗുനിയ ഒരാൾക്കൊരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ ലൈഫ് ടൈമിൽ എന്ത് വരില്ല, ആ ഒരു ഡിസീസ് വരില്ല. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണ്, അതിൻ്റെ കാരണം അക്വയർഡ് ഇമ്മ്യൂണിറ്റി ആണല്ലേ. സോ ആൻസർ നോക്കാം. ദിസ് ഈസ് ഡ്യൂ ടു അക്വയർഡ് ഇമ്മ്യൂണിറ്റി. ഡ്യൂ ടു ഇൻഫെക്ഷൻ ബോഡി ഫസ്റ്റ് ടൈം പ്രൊഡ്യൂസസ് എ റെസ്പോൺസ് കാൾഡ് പ്രൈമറി റെസ്പോൺസ് വിച്ച് ഈസ് ഓഫ് ലോ ഇൻറ്റൻസിറ്റി. അപ്പോൾ ഫസ്റ്റ് ഇൻഫെക്ഷൻ വരുമ്പോൾ ബോഡി എന്ത് ചെയ്യും, ഒരു പ്രൈമറി റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. സബ്സ്റ്റിക്വൻറ്റ് എൻകൗണ്ടർ വിത്ത് ദ സെയിം പാത്തോജൻ എ ഹൈ ഇൻറ്റൻസിഫൈഡ് സെക്കൻഡറി റെസ്പോൺസ്, അതായത് പിന്നെ ആ ഒരു പാത്തോജൻ വരികയാണെങ്കിൽ എന്താണ്, ഒരു സെക്കൻഡറി റെസ്പോൺസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യാണ്. ദിസ് ഈസ് അപ്പിയേഴ്സ് ടു ഹാവ് മെമ്മറി ഓഫ് ദ ഫസ്റ്റ് എൻകൗണ്ടർ, അതായത് ആദ്യം ഈ ഒരു ഡിസീസ് വന്നിട്ടുണ്ട്. സോ അപ്പോഴത്തെ മെമ്മറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ത് വരിക, ഒരു സെക്കൻഡറി റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യുക. ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഇമ്മ്യൂണോ റെസ്പോൺസ് ആർ ക്യാരിഡ് ഔട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലിംബോസൈറ്റ്, അതായത് ഈ പ്രൈമറി റെസ്പോൺസും സെക്കൻഡറി റെസ്പോണ്ടും ക്യാരിഡ് ഔട്ട് ചെയ്യുന്നത് ഒരു ലിംബോസൈറ്റിൻ്റെ ഹെൽപ്പോട് കൂടെയാണ്. അതായത് ആരൊക്കെയാണത്, ബി ലിംബോസൈറ്റും ടി ലിംബോസൈറ്റും. അപ്പോൾ ഈ രണ്ട് ലിംബോസൈറ്റിൻ്റെ ഹെൽപ്പോട് കൂടെയാണ് പ്രൈമറി റെസ്പോൺസും സെക്കൻഡറി റെസ്പോൺസും വരിക. അത് മുഖേന എന്താണ്, ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ രണ്ടാമത് ഈ ഒരു ഡിസീസ് വരില്ല. മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മദേഴ്സ് മിൽക്ക് ഈസ് കൺസിഡേർഡ് എസെൻഷ്യലി ഫോർ ന്യൂ ബോൺ ഇൻഫാൻറ്റ്. അപ്പോൾ മദേഴ്സിൻ്റെ മിൽക്ക് ചെറിയ കുട്ടികൾക്ക് കൊടുക്കണം അല്ലേ. നെയിം ദ ഫ്ലൂയിഡ് സെക്രീറ്റഡ് ബൈ മദർ ഫ്രം ബ്രസ്റ്റ് ഡ്യൂറിങ് ദ ഇനീഷ്യൽ ഡേയ്സ് ഓഫ് ലാക്ടേഷൻ. ഇപ്പോൾ ലാക്ടേഷൻ്റെ ഫസ്റ്റ് പീരിയഡ് ടൈമിൽ വരുന്ന ആ ബ്രസ്റ്റ് മിൽക്കിന് പറയുന്ന പേരെന്താണ്, കൊളസ്ട്രം ആണല്ലേ. വിച്ച് ടൈപ്പ് ഓഫ് ഇമ്മ്യൂണിറ്റി ഇറ്റ് പ്രൊവൈഡ്സ്, ഏത് തരം ഇമ്മ്യൂണിറ്റിയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്, IgA ആണല്ലേ. അത് പാസീവ് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യും. സോ ഇത്രയും ക്വസ്റ്റ്യനാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ക്ലാസ് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.